എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഒന്നുകൂടി പറയുന്നു, ലോകത്ത് വിശിഷ്യ നമ്മുടെ കേരളത്തിൽ 15-ന്റെയും 29-ന്റെയും ഇടയിൽ മരിക്കുന്നതിൽ മേജർ റീസൺ, പ്രധാന കാരണം നമ്പർ 1 ആക്സിഡന്റ് ആണ് എന്ന് എൻ്റെ കഷ്ണങ്ങളായ യുവാക്കൾ മറന്നു പോകരുത്. അതിൽ മഹാഭൂരിഭാഗവും ബൈക്ക് ആക്സിഡന്റ് ആണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ പലവട്ടം ഞാൻ എവിടത്തേക്ക് പോകുന്നു, ദൂരങ്ങളിലേക്ക് ഞാൻ എന്തിനു പോകണം? ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ലേ. കാറ് പോലെ 4 വീലർ പോലെ അല്ല അത്. 4 ടയർ അതിനില്ല, 2 ചക്രമേ അതിനുള്ളൂ. ആ 2 ചക്രമാ ടയറാവട്ടെ വീതി കുറവാണ്. ഏതെങ്കിലും ഒരു പൂച്ച പെട്ടെന്ന് അങ്ങ് ചാടിയാൽ സ്വാഭാവികമായും ആ പൂച്ചന്റെ ജീവൻ രക്ഷിക്കണമെന്ന് കരുതുന്ന യാത്രികൻ പെട്ടെന്ന് വണ്ടി മറിയുക, അപകടം സംഭവിക്കുക. ആയതുകൊണ്ട് തന്നെ സാന്ദർഭികമായി എൻ്റെ കണ്ണങ്ങളായ യുവാക്കളോട് താൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ലൈസൻസ് ഇല്ലാതെ യാത്ര ചെയ്യരുത്. ഒരിക്കലും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് യാത്ര ചെയ്യരുത്. മഅദിനിൽ 8 കൊല്ലം മുമ്പ് എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു എൻ്റെ ശിഷ്യരിൽ പ്രിയപ്പെട്ട വാരിദ് സഖാഫി. എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം സ്നേഹിക്കുകയും മഅദിൻ ജീവൻ തുല്യമായി കണ്ട ഇത്രയും ഒരു പ്രാവശ്യം മഅദിൽ ഉസ്താദുമാരുടെ പട്ടി നോക്കുമ്പോൾ സമകാലികർക്കൊക്കെ 15,000 ശമ്പളമുണ്ട്. വാരിദ് സഖാഫിയുടെ ശമ്പളം 2,000 ആണ്. ഇത്ര കുറഞ്ഞ ശമ്പളമായിട്ടും ആരോടും ഒന്നും ഉണർത്തിയില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അറിഞ്ഞ ഉടനെ തന്നെ പൂർവകാല ശമ്പള വർധനവ് നൽകി. ഒറ്റ കാര്യം എന്നോട് പറഞ്ഞ, പെങ്ങളെ മകൻ യതീമത്താണ്, കെട്ടിക്കുമ്പോൾ ഉസ്താദിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തായാലും ചെയ്യണമെന്ന് കരുതി മരിക്കുന്ന ഏതാനും ദിവസങ്ങൾക്ക് 10 പവൻ സ്വർണ്ണാഭരണം കൊടുക്കുമ്പോൾ വാരിദ് സഖാഫി പറഞ്ഞത്, ഉസ്താദ് ആ സ്വർണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ആവശ്യമില്ല, ഉസ്താദ് ദ്വാരനാ മതി. മരിച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മാണിക്കോ തങ്ങൾ വിളിക്കും, ഇപ്പം അരമണിക്കൂർ മുമ്പേ വിളിച്ചിട്ടുള്ളൂ എൻ്റെ മകൻ്റെ കാര്യം ചോദിക്കാൻ. ഞാൻ അത് പൊട്ടിക്കരഞ്ഞു പോയി. ഉസ്താദുമോട് ദുആ ചെയ്യാൻ വോയിസ് ഇട്ട് മഹാനായ ശൈഖുന സുൽത്താനുമ കാന്തപുരം ഉസ്താദ് ദുബായിൽ നിന്നാണ്. വളരെ പെട്ടെന്ന് ആ ഖലീൽ തങ്ങൾ ഇങ്ങനെ കരയുന്ന കണ്ടില്ല, എന്തോന്നുണ്ടാകുമെന്ന് കരുതി മർക്കസിന്റെ പരിപാടി ക്യാൻസലാക്കി വന്നു. അത് വല്ലാത്ത മജ്‌ലിസായി. ആ ഉടൻ 5 ആക്സിഡന്റ് മഅദിനിലെ കുട്ടികൾ മരിച്ചു. അതെന്നെ വല്ലാതെ പഠിച്ചു. അപ്പം എല്ലാവരും ദ്വാരക്ക ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് മരിച്ചാൽ മതി, ഇനി ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് മരിച്ചാൽ മതി പാട്ടു. അന്ന് കുട്ടികളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു കുട്ടി ആക്സിഡൻ്റായി ഇവിടെ മരിച്ചാൽ ആ മയ്യത്ത് വിരുദ്ധം കൂടൂല, മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല, ശ്രദ്ധ കുറവ് തന്നെയാണ്. പിന്നെ എൻ്റെ ശോരാട്ടെ മരിച്ചാൽ മയ്യത്ത് പള്ളിക്ക് കൊണ്ടായതില്ല, വീരുമ്പോൾ അതിൽ 8 കൊല്ലം അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖോടെ പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എൻ്റെ കണ്ണങ്ങളായ യുവാക്കളോട് പറയാനുള്ളത്, നമ്മളിതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ വാഹനം കൊണ്ട് വല്ല അപകടവും വല്ലവർക്കും പറ്റിയാൽ, അവൻ്റെ ജീവൻ പോയാൽ കൊന്ന കൂലി നമ്മൾ അനുഭവിക്കേണ്ടി വരും. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആൻ പറഞ്ഞ എത്ര ഗൗരവത്തിലാണ്. തൻ്റെ ശ്രദ്ധ കൊണ്ട് തൻ്റെ കാരണമായി വല്ലവനും മരിച്ചു പോയാൽ അവന് കൊന്ന കുറ്റം മാത്രമല്ല, ലോകമെമ്പാടുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്ന കുറ്റം. എല്ലാ തൻ്റെ അശ്രദ്ധ കൊണ്ട്, തൻ്റെ വീഴ്ച കൊണ്ട് താൻ മരിച്ചു പോയാൽ ആത്മഹത്യ ചെയ്ത കുറ്റം ഖത്ലുൻ നഫ്സും ഇതിൽ പെട്ട് തന്നെയാണ്. ആയതുകൊണ്ട് ഇവിടെ ധാരാളം യുവാക്കൾ ഉള്ളത് കൊണ്ട്, പ്രവർത്തകരുള്ളത് കൊണ്ട്, ഒരു കാരണവശാലും ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 2-3 ഓവർലോഡ് കൊണ്ട്, അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതെ, അല്ലെങ്കിൽ ദീർഘയാത്രയിലേക്ക് എന്നോട് പലരും പറയാറുണ്ട്, ഒന്ന് വോയിസ് ഇടുമ്പോൾ ഒന്ന് വോയിസ് ഇടും. ഞാൻ തന്ത്രപൂർവ്വം അതിൽ നിന്ന് ഒഴിവാക്കാറാണ് പതിവ്. കാരണം എത്ര ആളുകളാണ്. അതുമല്ല, ഒരു സ്ഥലത്ത് 10-13 ആക്സിഡന്റ് ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ. നല്ല നിസ്കാരവും നോമ്പൊക്കെ ഉള്ളവരാണ്. അവിടെ പ്രാർത്ഥനാ സമ്മേളനം നടത്തി, എല്ലാവരും അവരുടെ മദ്ഹുകൾ പറഞ്ഞു. അവസാനം ദുആ ചെയ്യുന്ന
സമയത്ത് കോർഡിനേറ്റർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 13 മരണം പഠിച്ചു നോക്കുമ്പോൾ ബൈക്ക് വാങ്ങിയത് വാപ്പ അറിഞ്ഞിട്ടില്ല, ഉമ്മയുടെ സമ്മതത്തോടു കൂടെയല്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഉമ്മ ഉപ്പമാരെ വെറുപ്പിച്ചുകൊണ്ട്, ഉസ്താദുമാരെ വെറുപ്പിച്ചുകൊണ്ട്, മാ വസല മൻ വസല ഇല്ലാ ബിൽ ഹുറുമ വമാ സഖത മൻ സഖത ഇല്ലാ ബിതർക്കിൽ ഹുറുമ. ഏതൊരു കുട്ടിയും എടുക്കേണ്ട തീരുമാനം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഞാൻ വെറുപ്പിക്കുകയില്ല. എൻ്റെ ഉമ്മമാരുടെ പൊരുത്തവും കുരുത്തവും എനിക്ക് വേണം, എൻ്റെ ഉപ്പായുടെ പൊരുത്തം എനിക്ക് വേണം, എൻ്റെ ഉസ്താദുമാരുടെ പൊരുത്തം എനിക്ക് വേണം. എനിക്ക് ഏറ്റവും നാട്ടിലെ വലിയ നേതൃത്വമാണ് റയീസുൽ ഉലമ. ആ റയീസുൽ ഉലമയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. റയീസുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നൊരു തീരുമാനം നമുക്കുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ടവർ, റയീസുൽ ഉലമയുടെ പ്രിയപ്പെട്ട അബ്ദുല്ലാഹി ഹുസൈനി ഉസ്താദ് യുവ പണ്ഡിത പ്രതിഭകളിൽ അൽഹംദുലില്ലാ കനപ്പെട്ട ബുക്കുകൾ എഴുതി, കിതാബുകൾ എഴുതി. എല്ലാ ദിവസവും നാട്ടൊരു സബക്ക് ഒഴിവാക്കുന്നില്ല. എല്ലാ ദിവസവും ആഴ്ചയും ഇവിടെ ഫതുൽ മുഈൻ ദർസ് നടത്തുന്നു. മഫ്ലഹ്, നിങ്ങളെല്ലാവരും ആ സ്ഥാപനത്തെ സഹായിക്കണം, നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരാകണം. അൽഹംദുലില്ലാ മഫ്ലഹ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുമ്പും ഞാൻ ഫലാഹിൻ്റെ അർത്ഥം ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവരും അതിൻ്റെ കലണ്ടർ വാങ്ങണം. എല്ലാവരും വീടുകളിൽ ധാരാളം കലണ്ടർ ഉണ്ടാകും. ഏത് കലണ്ടർ ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് മഫ്ലഹിന്റെ കലണ്ടർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. പലരും ചോദിക്കണം, എന്താ മഅദിന്റെ കലണ്ടർ ഇറങ്ങാത്ത? എല്ലാ കലണ്ടറും മഅദീൻ കലണ്ടർ ഇറക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമുള്ളതാണ്, അത് മുഹഖഖായിരിക്കണം, അത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ സർക്കാർ ഡേറ്റ് എന്നാണോ ഗസറ്റിൽ വരിക, ഇന്നലെയാണ് സർക്കാർ ഡേറ്റ് ഗസറ്റിൽ വന്നത്. അപ്പോൾ ഇന്നലെ ഇൻഷാ അല്ലാഹ് പ്രസ്സിൽ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങളൊക്കെയും എല്ലാ വിഷയത്തിലും നമ്മുടെയൊക്കെയും സ്ഥാപനങ്ങൾ മഫ്ലഹ്, ഇഹ്യാ ഉസ്സുന്ന, അൽഹംദുലില്ലാ അഹ്സനി പണ്ഡിതന്മാർ, അത് മാതൃകയാണ്. എത്ര ഉഖ്റവിയ ഉലമാക്കളാണ് ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ. അൽഹംദുലില്ലാ 100ഉം 150ഉം കുട്ടികളുള്ള എത്ര ദർസുകൾ അഹ്സനി പണ്ഡിതന്മാർ നടത്തുന്നു. അൽഹംദുലില്ലാ മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅഹ, ഈ ലോകത്ത് പണ്ഡിത നേതൃത്വം നമുക്കത് താജുൽ മുഹഖിഖീൻ ശൈഖുന കോട്ടൂർ ഉസ്താദ് റബ്ബേ ആ നേതൃത്വത്തിന് കീഴിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് ദീർഘായുസ് നൽകി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ അഹ്സനിമാരിൽ വളരെ കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ശിഷ്യരിൽ പ്രമുഖരായിരുന്ന പ്രിയപ്പെട്ട അബ്ദുൽ മജീദ് അഹ്സനി മരണപ്പെട്ട ദിവസമാണ് ഇന്ന്. റബ്ബ് അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്. അദബിനെ പറ്റി ഒന്ന് പറയട്ടെ. അബ്ദുൽ മജീദ് അഹ്സനിയും അതോടുകൂടെ തന്നെ കൂടെ ദർസിൽ പോയ മറ്റൊരു യുവ പണ്ഡിതനും രണ്ടുപേരും ആദ്യം തുടങ്ങിയ കൊല്ലാണ്. വന്നപ്പോൾ ഞാൻ മജീദ് അഹ്സനിയോട് പറഞ്ഞു, മറ്റേ യുവ പണ്ഡിതനോടും പറഞ്ഞു, അന്ന് വളരെ വിഭാഗീയതയുള്ള കടുകടുത്ത വൈരാഗ്യമുള്ള ദിവസമാണ്. ആരാണ് ഉസ്താദെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് പറഞ്ഞാൽ ദർസ് മുടങ്ങുമെങ്കിൽ നിങ്ങൾ എൻ്റെ പേര് പറയണ്ട, നിങ്ങളെ പഴയ ഉസ്താദുമാരുടെ പേരെന്തെങ്കിലും പറഞ്ഞിരിക്കുക. നിങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ ദർസിൽ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടാകും. അപ്പോൾ മറ്റേ യുവ പ്രതിഭ, അയാൾ വലിയ പ്രതിഭ, കഴിവ്, അയാൾ വളരെ സന്തോഷം സ്വീകരിച്ചു. മജീദ് അഹ്സനി അതൊന്നും എന്നെ കൊണ്ട് കഴിയൂല, ഉസ്താദിന്റെ പേര് മറിച്ചിട്ട് എനിക്കൊരു ദർസ് എനിക്ക് വേണ്ട. അൽഹംദുലില്ലാ മജീദ് അഹ്സനി മരിക്കുന്നത് വരെ ദർസ് നടത്താൻ കഴിഞ്ഞു. മറ്റേ ആൾക്ക് ഒരു ദിവസവും ദർസ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഈ പറയുന്നത് മജീദ് അഹ്സനി മരിച്ച ദിവസവും കൂടിയാ. പ്രത്യേകിച്ച് റയീസുൽ ഉലമയുടെ ചെറിയ മകനായ വലിയ പണ്ഡിതനായിരുന്ന അബ്ദുറഹ്മാൻ അഹ്സനി സഫർ 16-നാണ്. റബ്ബ് അവർ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. വളരെ വേദനിപ്പിച്ച മരണമാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മഅദിന്റെ വളർച്ചയിലും ഉയർച്ചയിലും സർവവും സമർപ്പിച്ചുകൊണ്ട് എന്തും ചെയ്യുന്ന സൈഫുല്ലാ നിസാമി ഇപ്പോൾ 1 മണിക്കൂർ മുമ്പ് എനിക്ക് വിളിച്ചിട്ട്, ഉസ്താദ് ദാറുൽ ബത്തൂൽ ഉദ്ഘാടനത്തിൽ അത് ചെയ്യണ്ടേ, ആ മാറ്റർ റെഡിയാക്കണ്ടേ, ഈ മാറ്റർ റെഡിയാക്കണ്ടേ. അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ മുഹമ്മദ് ഹാജി മരിച്ചു എന്ന വാർത്തയാണ്
വാർത്തയാണ്, വളരെ വേദനാജനകമായ വാർത്തയാണ് കേൾക്കുന്നത്. ഇന്ന് ഈ സദസ്സല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിർബന്ധമായും അവിടെ പോകുമായിരുന്നു. തിരുവനന്തപുരത്ത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പരിപാടിയാണ്, ക്യാൻസലാക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ക്യാൻസലാക്കുമായിരുന്നു. അർഹമുറാഹിമായ അല്ലാഹ്, സൈഫുല്ല നിസാമിയുടെ ഉപ്പ മുഹമ്മദ് ഹാജി മരിച്ചു കിടക്കുന്നു, ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, അവരെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത എം കോയ ഉസ്താദ് ഞാൻ വല്ലാതെ സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. അവരെ മകൻ, പ്രിയപ്പെട്ട അവരെ 5 സഹോദരൻ MK അബ്ദുൽ ലത്തീഫ് എന്ന മഹൽ വ്യക്തിത്വം ഞങ്ങളുടെ നാട്ടിലെ SVS-ന്റെ സർക്കിൾ സാരഥി കൂടിയാണ്. മുസ്താഖ് ഷക്കീർ, അവരുടെ ഉപ്പ അബ്ദുൽ ലത്തീഫ് ഇന്ന് മരണപ്പെട്ടു. അർഹമുറാഹിമായ അല്ലാഹ്, അബ്ദുൽ ലത്തീഫിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, അവരെ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, സ്വർഗീയ വിഭവങ്ങളെല്ലാം നിറയെ നീ നൽകണേ അല്ലാഹ്, അവർ ഞങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നന്നായി പ്രസ്ഥാനത്തെയും സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന പ്രിയപ്പെട്ട ഇജാസ്, അവരുടെ ബന്ധു വടകര ആയഞ്ചേരി കുനിൽ അഹമ്മദ് എന്ന സഹോദരൻ മരണപ്പെട്ടു. അർഹമുറാഹിമായ അല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, അവർ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുലമായുടെ പഴയകാല നേതാക്കളുടെ ഒക്കെയും ഉസ്താദായിരുന്ന ബഹ്റുൽ ഉലൂം ഉൾപ്പെടെയുള്ള ധാരാളം പണ്ഡിതന്മാരുടെ ഉസ്താദ് താജുലുമ സദഖത്തുൽ ഉസ്താദ്, അവരുടെ ഷെയ്ഖ് കൂടിയായിരുന്ന മഹാനായ ശംസുലുമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകളുടെ മകൻ പ്രിയപ്പെട്ട TS ഇബ്രാഹിം മുസ്ലിയാർ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ഷാഫിയായ അല്ലാഹ്, കാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, തീർത്തും നീ ഷിഫയാക്കണേ അല്ലാഹ്, ഷിഫയാക്കണേ അല്ലാഹ്. മഹാനായ റഈസുൽ ഉലമക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസോടെ അവിടുത്തെ മക്കളെല്ലാവരും, പ്രിയപ്പെട്ട അബ്ദുള്ള മുസ്ലിയാരും, അതുപോലെ ഫത്താഹ് മുസ്ലിയാരും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മജീദ് അഹ്സനിയും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഹ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ, അങ്ങനെ എല്ലാവരും ഒരു വാപ്പാക്ക് മക്കളെല്ലാം പണ്ഡിതന്മാരാവുക, അത് അക്കാലത്ത് അത് അപൂർവം ചിലർക്ക് മാത്രം അല്ലാഹു തആല നൽകിയതാണ്. മാത്രമല്ല, ഞാൻ ഇപ്പോഴും ആലോചിക്കുക, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം കുണ്ടോട്ടി മസ്ജിദുൽ ഫത്തിൽ വിനീതരിയ്ക്കുമ്പോൾ അസറിൻ്റെ സമയത്ത് റഈസുലമ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് 8 മക്കളാണ്, ആ 8 മക്കളും നിസ്കരിക്കുന്നതിൻ്റെ കൂലി എനിക്ക് കിട്ടൂല. എന്താണ് ഒരു മക്കളെ കൊണ്ട് ഒരു ഉപ്പ ആഗ്രഹിക്കുന്നത്? അത് 10-30 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഫത്തിൽ നിന്ന് മാ കസബൽ വലദു ലിൽ വാലിദ്, അന്നൊക്കെ 8 കുട്ടികൾ എന്ന് പറയാൻ വലിയ 10 കുട്ടികൾ, അൽഹംദുലില്ലാ 10 കുട്ടികളും നിസ്കരിക്കുന്നവര്, അൽഹംദുലില്ലാ അർഹമുറാഹിമായ അല്ലാഹ്, ആ 10 മക്കളിലും മരുമക്കളിലും പേരമക്കളിലും നീ ഉഖ്റവിയായ ഉലമാ ധാരാളം നീ നൽകി. അത് ആ പരമ്പരകൾ ഖിയാമത്ത് വരെ നിലനിർത്തി ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്, ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ ഉസ്താദ് മാഷാ അല്ലാഹ് ഉണ്ണീൻകുട്ടി മുഹമ്മദ് മുസ്ലിയാർ, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ബഹ്റുൽ ഉലൂം, എല്ലാവരും നല്ല ഉഖ്റവിയ ഉലമാക്കൾ. ഇങ്ങനെ അസ്ലും ഫസ്ലും ഒന്നായി തീരുക എന്നത് അവരുടെ വാപ്പയും ഉമ്മയും അവരുടെ ഇഖ്ലാസ്, അവരുടെ ഒക്കെ തഖ്വ, റബ്ബ് അവരുടെ ഉപ്പ ഉമ്മ, ഭാര്യയുടെ ഉപ്പ ഉമ്മ മരണപ്പെട്ടത്, റബ്ബ് അവരുടെ ഒക്കെയും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്.